ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസ് എഡ്യൂ ടിപ്സ്. കേട്ടിട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകളാണ്. അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങൾ എപ്പോഴൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. പാലക്കാട് വന്നിട്ടുണ്ട്. പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ പരീക്ഷാ സെൻറ്ററുകൾ നടന്ന കേറ്ററ്റിൻ്റെ എക്സാം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് കേറ്ററ്റ് 1ഉം 4ഉം 13-ാം തീയതിയും, കേറ്ററ്റ് 2 14, കേറ്ററ്റ് 3 15. ശ്രദ്ധിക്കുക, 1ഉം 4ഉം 13-ന്, കേറ്ററ്റ് 2 14-നും, കാറ്റഗറി 3 15-നുമാണ്. അപ്പോൾ കാലത്ത് 10 മണി മുതൽ 4 മണി വരെ പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് തലശ്ശേരി നോക്കാം. തലശ്ശേരിയിൽ വന്നിട്ട് കാറ്റഗറി 1 and 2 13-നും, കാറ്റഗറി 3 14-നും, കാറ്റഗറി 4 15-നുമാണ്. അപ്പോൾ DO ഓഫീസിലാണ് വെരിഫിക്കേഷൻ നടത്തുന്നത്. തലശ്ശേരിയുടെ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ 1 and 2 13-നും, 3 14-നും, 4 15-നുമാണ് കേട്ടോ. ഇനി അടുത്തത് തിരുവല്ലയാണ്. അതിൽ MGMHSSൽ ജനുവരി 18, 19 തീയതികളിൽ നടന്ന കേറ്ററ്റ് പരീക്ഷയിൽ ജയിച്ചവരുടെ രേഖകളുടെ പരിശോധന നടത്തും. 21, 22, 23 തീയതികളിൽ തിരുവല്ല വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയത്തിലാണ് പരിശോധന. ഓക്കെയാണോ? അപ്പോൾ തിരുവല്ല വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയത്തിലാണ് പരിശോധന നടത്തുന്നത്. MGMHSSൽ ജനുവരി 18, 19 തീയതികളിൽ നടന്ന കേറ്ററ്റ് പരീക്ഷയിൽ ജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ് നടക്കാൻ പോകുന്നത്. 21, 22, 23 എന്നീ ഡേറ്റ്സിലായിരിക്കും. ഇനി അടുത്ത് കൽപ്പറ്റ നോക്കാം. 2024 നവംബർ കേറ്ററ്റ് പരീക്ഷ വിജയിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് പരിശോധന മെയ് 14 മുതൽ 16 വരെയാണ് കൽപ്പറ്റ SKMJ സ്കൂളിൽ നടത്തും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, സ്ഥലം ശ്രദ്ധിക്കുക. മെയ് 14 മുതൽ 16 വരെയാണ് കൽപ്പറ്റ SKMJ സ്കൂളിൽ നടക്കും. മെയ് 14 രാവിലെ 10 മണി മുതൽ 1 മണി വരെ. അപ്പോൾ ടൈമിൽ ഡിഫറൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക. മെയ് 14 രാവിലെ 10 മണി മുതൽ 1 മണി വരെ കാറ്റഗറി 1-ന്. അപ്പോൾ കാറ്റഗറി 1-ന് ഉച്ചവരേ ഉള്ളൂ. ഉച്ചയ്ക്ക് ശേഷം എന്താണ് 2 മുതൽ 5 വരെ കാറ്റഗറി 4-നും. അപ്പോൾ കാറ്റഗറി 1-നും 4-നും എപ്പോഴാണ്? മെയ് 14-ാം തീയതിയാണ്. അപ്പോൾ രാവിലെ 10 to 1 മണി വരെ കാറ്റഗറി 1-നും, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെ കാറ്റഗറി 4-നുമാണ് നടക്കുക. then 15-ാം തീയതി രാവിലെ 10 മുതൽ 5 വരെ കാറ്റഗറി 3-നും, അതുപോലെ തന്നെ കാറ്റഗറി 2-നാണ് കേട്ടോ. 15-ാം തീയതി രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് കാറ്റഗറി 2-നും. then 16-ന് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 വരെ കാറ്റഗറി 3-നും. അപ്പോൾ ശ്രദ്ധിക്കുക, മെയ് 14 രാവിലെ 10 to 1 മണി വരെ കാറ്റഗറി 1-നും, ഉച്ചയ്ക്ക് ശേഷം 2 to 5 മണി വരെ കാറ്റഗറി 4-നുമാണ് നടക്കുക. അതിന് 15-ാം തീയതി രാവിലെ 10 മുതൽ 5 വരെ കാറ്റഗറി 2-ന് കേട്ടോ. 10 to 5 വരെ കാറ്റഗറി 2-നാണ്. 15-ാം തീയതിയാണ്. അതിന് 16-ാം തീയതിയാണ് വരുന്നത് രാവിലെ 10 മണി മുതൽ 5 വരെ കാറ്റഗറി 3-നും. ഓക്കെ ആണല്ലോ. ഇതും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഡേറ്റുകൾ നോക്കുക, ടൈമിങ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് തളിപ്പറമ്പ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൻ്റെ പരിധിയിൽപ്പെട്ട സ്കൂളുകളിൽ നിന്നും 2025 ജനുവരി 18, 19 തീയതികളിലായി നടന്ന കേറ്ററ്റ് പരീക്ഷ എഴുതി വിജയിച്ചവരും അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ പരീക്ഷ എഴുതി പാസ്സായി യോഗ്യതാ സർട്ടിഫിക്കറ്റ് പരിശോധന ബാക്കിയുള്ളവരുടെയും സർട്ടിഫിക്കറ്റുകളുടെ പരിശോധന തളിപ്പറമ്പ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ചുവടെ ചേർത്ത പ്രകാരം രാവിലെ 10:30 മണി മുതൽ 4 മണി വരെ നടക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ നോക്കുക, കാറ്റഗറി 1ഉം 4ഉം 15-നാണ്, കാറ്റഗറി 3 16-നും, കാറ്റഗറി 2 17-നും. അപ്പോൾ കാറ്റഗറിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ടൈം ഇങ്ങോട്ടും മാറിപ്പോവാതെ നോക്കുക, ഡേറ്റ്സും മാറിപ്പോവാതെ നോക്കുക കേട്ടോ. 1ഉം 4ഉം 15-നാണ്, കാറ്റഗറി 3 ആണ് 16-ന് വരുന്നത്, കാറ്റഗറി 2 17-നാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നത്. ഇനിയും ഞാൻ അപ്ഡേറ്റ്സുകൾ അറിയുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്. താങ്ക് യു.